നമുക്ക് ഇതിനൊരു ഉപാധി എന്താണെന്ന് അങ്ങ് ഒന്ന് വിശദീകരിച്ചാൽ. ഉപാധി അങ്ങ് എഴുതി വെച്ചിരിക്കുന്ന സന്തോഷി എഴുതി വെച്ചിരിക്കുന്ന കയ്യെഴുത്ത് പ്രതിയായ പ്രണവവേദയ്ക്കകത്ത് മുഴുവൻ കാര്യങ്ങളുണ്ട്. അല്ല, ഞാൻ പാഠ്യ വിഷയമാക്കേണ്ടതാണ്. ഇതിന് എളുപ്പ വഴിയില്ല, അറിവിനെ സ്വീകരിക്കാൻ എളുപ്പ വഴിയില്ല. വേദത്തെ നമുക്ക് സ്വീകരിക്കാനായി അല്ല, നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അറിയാൻ. ഓരോ പ്രധാന ക്ഷേത്രങ്ങളിലും ശാന്തിയായിട്ട് ചെല്ലുന്ന സമയത്ത് പൂജാരിയായിട്ട് ചെല്ലുമ്പോൾ ആ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ആദ്യം ഒരു പഠനം നടത്തുകയും ഒരു ടെസ്റ്റ് നടത്തി അത് വിജയിക്കുന്നവർക്ക് വേണം അവിടെ അംഗീകാരം കൊടുക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അത് എന്താണെന്ന് അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ശ്രദ്ധയ്ക്കെന്ന് എഴുതി വെച്ചിട്ട്, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കെന്ന് എഴുതി വെച്ചിട്ട് സംസാരം നാമജപത്തിന് മാത്രം എന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലല്ലാതെ നമ്മളുടെ അതിന്റെ അർത്ഥമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അറിയണമെങ്കിൽ എളുപ്പമല്ല. ദൈവം എന്താണെന്ന് അറിയണം, പ്രകൃതിയെക്കുറിച്ച് അറിയണം. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മുടെ മുൻധാരണകൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ശാസ്ത്രത്തെ സമീപിക്കേണ്ടത്.